ശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ശാലോം ടെലിവിഷനിലൂടെ തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രക്ഷപ്പെടണം. രക്ഷയ്ക്കുള്ള വഴി എന്താണ്? നാട്ടിൽ ജോലി ചെയ്തിട്ടാണെങ്കിലും, വിദേശത്ത് ജോലി ചെയ്തിട്ടാണെങ്കിലും, മറ്റേതെങ്കിലും കാര്യം ചെയ്തിട്ടാണെങ്കിലും രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ രക്ഷപ്പെടാനുള്ള വഴി ക്രിസ്തുവാണ്. അവൻ രക്ഷകനാണ്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഇതാ സകല ജനത്തിനും വേണ്ടുന്ന വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു രക്ഷകനുണ്ട്, രക്ഷിക്കുന്നവനുണ്ട്. അത് ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിലൂടെയാണ് ഒരു വ്യക്തി രക്ഷ പ്രാപിക്കുന്നത്. കാരണം ഈ ലോകത്തിൽ ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചിട്ടുള്ള ഏക വ്യക്തി ക്രിസ്തുവാണ്. ഈ ലോകത്തിലെ മനുഷ്യരിലാണ് നമ്മൾ രക്ഷ അന്വേഷിക്കുന്നതെങ്കിൽ അല്പം പോലും ദൈവവിചാരമില്ലാത്ത, ദൈവത്തെ അന്വേഷിക്കാത്ത, ദൈവത്തെ തേടാത്ത, മരിച്ച് മൺമറഞ്ഞു പോകുന്ന വ്യക്തികൾ, അവരുടെ വാക്കുകൾ, അതിലാണ് നാം വിശ്വസിക്കുന്നതെങ്കിൽ അതിലൊന്നും നിലനിൽപ്പില്ല എന്ന കാര്യം നാം തിരിച്ചറിയണം. രക്ഷ യേശുവിൽ മാത്രമാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 16-17 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവനെ ശിക്ഷിക്കും എന്നല്ല പറയുന്നത്, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ഫ്രീ ആയി, സൗജന്യമായി അരി ഗവൺമെൻറ് വിതരണം ചെയ്യുന്നു, ഭക്ഷ്യ സാധനങ്ങളെല്ലാം വിതരണം ചെയ്യുന്നു. അത് പോയി വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പഞ്ഞമില്ലാതെ വീട്ടിൽ ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അത് വാങ്ങിക്കാത്തവൻ പഞ്ഞം അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് ഗവൺമെൻറ് ശിക്ഷിച്ചിരിക്കുന്നതല്ലത്. ഈ വ്യക്തി പോയില്ല, വാങ്ങിച്ചില്ല, ബാക്കിയുള്ളവർ പോയി വാങ്ങിച്ചു, അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പം അതുകൊണ്ട് വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചാൽ നമുക്ക് രക്ഷ ഉറപ്പാണ്. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ മാമോദിസ സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ അംഗമാവുക എന്നതല്ല. അങ്ങനെ സഭ നിർബന്ധിക്കുന്നുമില്ല. ഒരാളും മാമോദിസ സ്വീകരിച്ച് സഭയിൽ കുറച്ചാളുകൾ വർദ്ധിക്കണം എന്ന ചിന്ത കത്തോലിക്ക സഭയ്ക്ക് ഇല്ല. കുറേ ആളുകൾ സഭയിൽ കൂടുക എന്നുള്ളതല്ല സഭയുടെ ലക്ഷ്യം. സഭയ്ക്ക് ഒരു ലക്ഷ്യമുള്ളത് സഭ ക്രിസ്തുവിനെ ലോകത്തിൽ അവതരിപ്പിക്കുന്നു എന്നതാണ്. 2-ാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്: സഭ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണ്. സഭ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണ്. പിതാവായ ദൈവത്തിൻ്റെ പ്രേക്ഷിതനായിരുന്നു കർത്താവായ ക്രിസ്തു. പിതാവായ ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്നത് കർത്താവായ ഈശോയാണ്. ഈ അറിവ് മൂലമാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16:31 നാം വായിക്കും: കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നമ്മൾ വിശ്വസിച്ചാൽ നമ്മളും രക്ഷപ്പെടും, നമ്മുടെ കുടുംബവും രക്ഷപ്പെടും. കുറേക്കൂടെ നമ്മൾ ചിന്തിച്ചാൽ തലമുറകളും രക്ഷപ്പെടാനായിട്ട് കാരണമായി തീരും. നമ്മുടെ അയൽവക്കംകാർ രക്ഷപ്പെടും. അപ്പോൾ അനേകർ രക്ഷപ്പെടാനായിട്ട് കാരണമായി തീരുകയാണ്. പക്ഷേ കഴിഞ്ഞ നാളിൽ ഒരാൾ സംസാരിക്കാൻ വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ അയൽവക്കത്തുള്ള ആളുകൾ എനിക്കെതിരായി കൂടോത്രം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുകയില്ല. അയൽവക്കംകാർ കൂടോത്രം ചെയ്തതുകൊണ്ടല്ല നമ്മൾ രക്ഷപ്പെടാത്തത്.
നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് രക്ഷപ്പെടാത്തത്. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമുക്ക് രക്ഷയുണ്ട്. അയൽവക്കംകാരൻ കൂടോത്തരം ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ നാശത്തിന് എന്ന് ആരേലും പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പ്രിയ മകനെ മകളെ നിനക്ക് സാധിക്കുന്നുണ്ടല്ലോ. പിന്നെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല? അപ്പം മറ്റുള്ളവരെ നിന്നെ നശിപ്പിക്കും, തകർക്കും എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും, നീ കൃപ സ്വീകരിക്കും, നിൻ്റെ മക്കൾ രക്ഷപ്പെടും, ദൈവത്തിൻ്റെ വചനമനുസരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നേയില്ല, അത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നുമില്ല. അപ്പോൾ എവിടെയോ ചില പെശ കൊണ്ടെന്നല്ലേ അതിൻ്റെ അർത്ഥം? എവിടെയാ പ്രശ്നമുള്ളത്? അപ്പം നമ്മുടെ ഉള്ളിൽ ചില പാപത്തിൻ്റെ കെട്ടുകൾ കിടപ്പുണ്ട്. ക്രിസ്തുവിനെ വിശ്വസിക്കാൻ പറ്റാത്തതിൻ്റെ, സ്വന്തമാക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഏതോ മാരക പാപത്തിൻ്റെ കെട്ടുകൾ കിടപ്പുണ്ട്. ആ കെട്ട് പൊട്ടിച്ച് കളയണം. ഇല്ലാതെ ഒരിക്കലും ക്രിസ്തു നൽകുന്ന സൗജന്യമായ രക്ഷ നമുക്ക് സ്വന്തമാക്കുക സാധ്യമല്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 3:18 വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഏതു തെറ്റിനും ശിക്ഷയുണ്ട്. ആര് തെറ്റ് ചെയ്താലും ശിക്ഷ ഉറപ്പാണ്. ഞാൻ തെറ്റ് ചെയ്താലും നിങ്ങൾ തെറ്റ് ചെയ്താലും ഒക്കെ ശിക്ഷ ഉറപ്പാണ്. പക്ഷെ മനുഷ്യൻ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ തെറ്റ്, നമ്മുടെ ശിക്ഷ അവൻ കുരിശിൽ ഏറ്റെടുത്ത് മരിച്ചു. നാം മരിക്കാതിരിക്കാനാണ് അവൻ മരിച്ചത്. നാം ദരിദ്രനാകാതിരിക്കാനാണ് അവൻ സമ്പന്നനായത്. നാം സൗഖ്യപ്പെടാനാണ് അവൻ മുറിവേറ്റത്. ക്രിസ്തു നമുക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. ആ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് രക്ഷപ്പെടാത്തതിൻ്റെ കാരണം മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല പ്രിയരെ. കുറേ നാളുകൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ഒരപ്പനും അമ്മയും ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ അപ്പനും അമ്മയും പറയുകയാണ്, ഇവൾ നല്ല കൊച്ച, ഇവൾക്ക് ആരോ കൈവശം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഈ കൈവശം ഒന്ന് ഇറക്കിത്തരണം. അതാണ് ഇവരുടെ ഡിമാൻഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കൈവശം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലെന്ന് ആദ്യം നാം വിശ്വസിക്കണം. ചെറുപ്പത്തിൽ 8 വയസ്സുള്ളപ്പോൾ കഴിച്ച മുട്ടയൊക്കെ 35-40 വയസ്സാകുമ്പോൾ അത് ഛർദ്ദിപ്പിക്കുന്നു, അതേ മുട്ട കാണുന്നു. ഇത് വെറും ജാലവിദ്യയല്ലാതെ പിന്നെ എന്താ? അത് ദഹിക്കാതെ മുട്ട കിടക്കുകയോ? ഒരിക്കലും അങ്ങനെ മനുഷ്യ ശരീരത്തിൽ ഒരു വസ്തു ദഹിക്കാതെ കിടക്കുന്നില്ല. ദഹിക്കാതെ കിടന്നാൽ ഒന്നെങ്കിൽ നമ്മൾ ഒമിറ്റ് ചെയ്യും, അല്ലെ ഛർദ്ദിച്ച് കളയും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, കൈവശം കൊടുത്തതാണ് എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അവളും പറയുമോ, ഞാൻ നല്ലവളായിരുന്നു, എനിക്കൊരു കുഴപ്പമില്ല, ആരാണ്ട് ഏതാണ്ടോ ചെയ്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയിപ്പോയത്. അങ്ങനെ പറയുന്ന വ്യക്തി ഒരിക്കലെങ്കിലും പ്രിയപ്പെട്ട ദൈവമക്കളെ അനുദപിക്കാൻ തയ്യാറാകുമോ? തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിനക്കെതിരായി, നിൻ്റെ വീടിനെതിരായി ആരെല്ലാം കൂടോത്തരം ചെയ്താലും നിനക്കൊന്നും ഫലിക്കുകയില്ല, ഒന്നും ഫലിക്കുകയില്ല. ഇനി സ്വന്തമായി ഏതെങ്കിലും ആളെ പോയി കണ്ട് കൂടോത്തരം ചെയ്ത് നമ്മളായിട്ട് അത് കുഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് 1-ാം പ്രമാണത്തിൽ ലംഘനമാണ്. നമുക്കറിയാവുന്ന സ്ഥലത്താണ് അത് കുഴിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ, അത് പൊളിച്ചു കളയാൻ പറ്റുന്നതാണെങ്കിൽ, എടുത്തു കളയാൻ പറ്റുന്നതാണെങ്കിൽ എടുത്തു കളയുന്നത് നല്ലതാണ്. നമ്മൾ ചെയ്തതായിരിക്കണം. നമുക്കങ്ങനെ ഒരു വിശ്വാസം തോന്നി, അങ്ങനെ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ പോയി നമ്മൾ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കുഴിച്ചു വെച്ചു, അത് നമ്മുടെ തെറ്റാണ്. വേറെ ആരെങ്കിലും നമ്മുടെ പറമ്പിൻ്റെ 4 അതിർത്തികളിലോ വീടിനകത്തോ പുറത്തോ എന്തെല്ലാം കുഴിച്ചു വെച്ചാലും, എന്തെല്ലാം ചരടുകൾ വെച്ചാലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല, നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം നമ്മൾ ചെയ്ത പാപം മാത്രമേ നമുക്ക് പ്രശ്നമായി തീരുന്നുള്ളൂ. മറ്റൊരാൾ ചെയ്ത പാപം ഒരിക്കലും നമ്മുടെ തലയിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് മറ്റുള്ളവർ കൂടോത്തരം ചെയ്തു എന്നതിൻ്റെ പേരിൽ നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല, നമ്മളതിൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഇനി ചില പാപങ്ങൾ, അപ്പൻ ചെയ്ത പാപം മക്കളിലേക്കൊക്കെ വരുന്ന പാപങ്ങളുണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? ഒരാൾ നല്ല സമ്പത്തുള്ള ആളാണ്, അയാൾ മത്തിവെച്ച് സ്ഥലവും വിറ്റ് വീടും വിറ്റ് എല്ലാം വിറ്റു, ഇപ്പോൾ വാടക വീട്ടിലാണ്, അയാൾ അറ്റാക്ക് വന്ന് മരിച്ചും പോയെന്ന് കരുതുക.
ഈ മക്കൾ വാടക വീട്ടിൽ താമസിച്ച് ഈ ഭാര്യയെ കുഞ്ഞുങ്ങളെ നോക്കി എത്രമാത്രം കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. അത് ആ മനുഷ്യൻ്റെ പാപം മൂലം സംഭവിച്ചൊരു കാര്യമല്ലേ അത്? ദൈവം ചെയ്യുന്ന ഒരു കാര്യമല്ലല്ലോ അത്. ആ മനുഷ്യൻ ചെയ്ത പാപത്തിൻ്റെ ഫലം അത് ഈ മക്കളായിട്ട് അനുഭവിക്കുകയാണ്. അപ്പോൾ അയാൾ എല്ലാം നശിപ്പിച്ചതുകൊണ്ടാണ് ഇവരൊന്നുമില്ലാത്തവരായി തീർന്നത്. ഇനി ഒന്നുമില്ലാതായി തീർന്നിരിക്കുന്ന ആളുകൾ ഭാരപ്പെടരുത്. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ ആവശ്യങ്ങളെല്ലാം തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുക്കണം. അവൻ നമ്മുടെ കാര്യത്തിൽ ഇറങ്ങി ഇടപെടും, നമ്മളെ രക്ഷിക്കും എന്നുള്ള കാര്യം തിരിച്ചറിയണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുകയാണ്. നമ്മുടെ ദൈവം സർവശക്തനാണ്. സർവശക്തനാണ്. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച ദൈവമാണ് ദൈവം. ആ ദൈവം ഏതെങ്കിലും മന്ത്രവാദി ഓതിക്കെട്ടിയ ചരടോ ഏലസോ അത് വീട്ടിൽ കുഴിച്ചു വെച്ചാൽ ആ വീട്ടിൽ താമസിക്കുന്നവരെ അനുഗ്രഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ചെറിയവനാണോ നമ്മുടെ ദൈവം? ആരെങ്കിലും ചെയ്തു വെച്ച കൂടോത്രം കാണുമ്പോൾ അതിനപ്പുറത്തേക്ക് വരാൻ പറ്റാത്തവനാണോ നമ്മുടെ ദൈവം? വല്ലോരും നമ്മുടെ വീടിൻ്റെ അതിർത്തിയിലും അവിടെ എവിടെയും കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ അടുത്തേക്ക് വരികയില്ലെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെയാണോ ദൈവത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഒരിക്കലും നമ്മുടെ ദൈവം അങ്ങനെയല്ല പ്രിയരെ. ഇതിൻ്റെയൊക്കെ മേൽ അധികാരമുള്ളവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് നമ്മൾ ആ ദൈവത്തിൽ വിശ്വസിക്കണം. അങ്ങനെ ആ ദൈവത്തിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ ഇതൊന്നും നമ്മളെ ഉപദ്രവിക്കുകയില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം പ്രിയരെ, തിരിച്ചറിയണം. അങ്ങനെ പേടിച്ചും ഭയപ്പെട്ടും കഴിയേണ്ടവരല്ല നമ്മൾ. എന്നാലും എൻ്റെ ബ്രദറെ, ചില തകർച്ചകൾ, ചില പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ കുഴപ്പമുണ്ട് നമുക്ക് തോന്നുന്നു. തോന്നലാലല്ല ക്രിസ്ത്യാനി ജീവിക്കേണ്ടത്, വിശ്വാസത്താലാണ്. തോന്നലാലല്ല. സുവിശേഷം പ്രസംഗിക്കുന്ന എനിക്കും രോഗങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ രോഗങ്ങളൊക്കെ വന്നിട്ട് കുറേ നാളായി. എന്നാൽ പോലും ഇപ്പോൾ ഒരു പനി പോലും അങ്ങനെ വരാറില്ല. പനിച്ച് കിടക്കാൻ സമയം കിട്ടാറില്ല. അതുകൊണ്ടായിരിക്കും പനി വരാത്തത്. എന്തായാലും പ്രിയപ്പെട്ടവരെ, ദൈവികമായൊരു സംരക്ഷണം. ഞാൻ ഈശോയെ അറിയുന്നതിന്, അല്ലെങ്കിൽ ഒരു കത്തോലിക്ക കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്, എന്നാൽ പോലും ഈശോയെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയത് പോട്ടെ ആശ്രമത്തിൽ വന്ന ശേഷമാണ്. എന്ന് പറഞ്ഞാൽ തമ്പുരാൻ്റെ വചനം കേൾക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. അതൊരു ശരിയായ അറിവ് എന്നൊന്നും തീർത്തു പറയാനായിട്ട് പറ്റുകയില്ല. ഒരല്പം വെളിച്ചം കിട്ടിയപ്പോൾ ഇത്രയും സന്തോഷമാണെങ്കിൽ ശരിയായ അറിവിലേക്ക് കടന്നു വന്നാൽ എത്രമാത്രം വളരാനായിട്ട് പറ്റും? ഒരു സ്വർഗത്തിലെത്തുകയല്ലേ. സ്വർഗത്തിലെത്താതെ ഒരു വ്യക്തിക്ക് ദൈവത്തെക്കുറിച്ച് ശരിയായ ഒരറിവ് ലഭിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ രക്ഷപ്പെടുകയല്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ രക്ഷപ്പെടുകയല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അപ്പനും അമ്മയും ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? ആരാണ്ടോ വെള്ളത്തിനകത്ത് കൊടുത്തിരിക്കുകയാണ്, കുടിക്കാൻ കൊടുത്തിരിക്കുകയാണ്, അങ്ങനെ ഉള്ളിൽ കിടക്കുകയാണ്. ഈ പെൺകുട്ടി എന്തെങ്കിലും മാനസാന്തരപ്പെടുമോ? ഇവളെന്തെങ്കിലും പശ്ചാത്തപിക്കുമോ? ഒരിക്കലും പശ്ചാത്തപിക്കുകയില്ല. പശ്ചാത്തപിക്കാത്തതിൻ്റെ കാരണം എന്താണ്? എൻ്റെ തെറ്റല്ല, വേറെ ആരാണ്ടോ ചെയ്തതാണെന്നാണ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരിക്കലും നാം അങ്ങനെ വിശ്വസിക്കരുത്. ഒരിക്കലും അങ്ങനെ വിശ്വസിക്കരുത്. സാത്താൻ്റേതായ ശക്തിയുണ്ട്. പക്ഷെ അത് ക്രിസ്തുവിൻ്റെ ശക്തിയെ കീഴ്പ്പെടുത്തുന്ന ഒരു ശക്തിയാണെന്ന് കരുതരുത്. ദൈവത്തിൻ്റെ ശക്തിയെ കീഴ്പ്പെടുത്തുന്ന ഒരു ശക്തിയല്ലത്. 12 വർഷമായി രോഗം പിടിപെട്ട് നടന്നിരുന്ന ഒരു വ്യക്തി എത്രയോ വൈദ്യന്മാരുടെ അടുക്കൽ പോയി, എത്രയോ ചികിത്സകൾ നടത്തി. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അങ്ങനെ ചികിത്സിച്ച് മടുത്ത വ്യക്തിയാണ്. എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുവുമായിട്ടുള്ള ഒരു ബന്ധം, എനിക്കെങ്ങനെയെങ്കിലും ഈശോയെ കണ്ടാൽ മതി, എനിക്ക് അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് തൊട്ടാൽ മതി എന്ന് പറഞ്ഞ് തൊട്ടതേ ഒരു ശക്തി അങ്ങ് പുറപ്പെടുകയാണ്. ആ ശക്തി അങ്ങ് വന്നിട്ട് അന്നുവരെയും ആ ദേശത്തുണ്ടായിരുന്ന അന്ധവിശ്വാസത്തിൻ്റെ ചങ്ങല പൊട്ടിപ്പോകുന്ന ഒരു ശക്തിയാണ് ഒഴുകി വന്നത്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് വഴി രക്ഷപ്പെടും എന്ന് പറയുമ്പോൾ ഈ അന്ധവിശ്വാസത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിപ്പോകുന്നു എന്നാണ് അർത്ഥം. സകല കെട്ടുകൾ വഴിയും നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കും, നമ്മളെ കൃപയിലേക്ക് കടന്നു വരും. ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, നീ പോയി കുമ്പസാരിക്കണം. അവൾ പറഞ്ഞു, ഞാൻ കുമ്പസാരിച്ചതാണ്.
തെറ്റായ പ്രേമബന്ധത്തിൽ വീണ് കിടക്കുന്ന പെൺകുട്ടി കുമ്പസാരിച്ചത് എന്താണ്? കുമ്പസാര കൂട്ടിപ്പോയി ആ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞു എന്ന് ആണ് എന്നോട് പറഞ്ഞത്, അച്ഛാ, എനിക്കൊരു ചെറുക്കനുമായി പ്രേമമുണ്ടായിരുന്നു, ഞാനത് വേണ്ട എന്ന് വെച്ചിരിക്കുന്നു. അച്ഛൻ ആശീർവാദം കൊടുത്തു, 3 നന്മറിഞ്ഞവരെ ചെല്ലാനും പറഞ്ഞു. അവൾക്ക് സന്തോഷമായി. നീ എന്നിട്ടത് വേണ്ടാന്ന് വെച്ചോ? അല്ല, ഞാൻ കുമ്പസാരിച്ചു, പക്ഷെ അത് വേണ്ടാന്ന് വെച്ചില്ല. ആ കുമ്പസാരം കൊണ്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ആ കുമ്പസാരം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കാതെ കുമ്പസാരിക്കാൻ പറ്റുകയില്ല, കുമ്പസാരിച്ചിട്ട് കാര്യവുമില്ല. പാപത്തെ വെറുത്തുപേക്ഷിച്ചതിന് ശേഷം കുമ്പസാരിക്കാൻ തയ്യാറായാൽ പെട്ടെന്ന് ദൈവ മക്കളുടെ പദവിയിലേക്ക് നാം തിരിച്ചു വരുന്നത് നമുക്ക് തിരിച്ച് അറിയാനായിട്ട് പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെയും, യേശുവിൽ വിശ്വസിക്കുക രക്ഷ ഉറപ്പാണ്. കർത്താവിൽ ആര് വിശ്വസിച്ചാലും രക്ഷ ഉറപ്പാണ്. ഏത് സമൂഹത്തിൽപ്പെട്ട വ്യക്തി യേശുവേ എന്നിലേക്ക് വരണമേ എന്ന് പറഞ്ഞാൽ അവരിലേക്ക് കടന്നു വരുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമ്മുടെ ദൈവം സർവശക്തനാണ്, എല്ലാറ്റിൻ്റെയും മേൽ അധികാരമുള്ളവനാണ്. നമുക്കൊരു സാമ്പത്തിക തകർച്ചയുണ്ടായി, ഇതിനി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാതെ വിഷമിക്കുകയാണ്. വഴിയറിയാൻ പാടില്ലാത്തവന് വഴിയാണ് കർത്താവ്. യോഹന്നാൻ്റെ സുവിശേഷം 14:6, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് വരുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായം 7-9 വാക്യങ്ങളിൽ നാം വായിക്കും, ഞാനാണ് ആടുകളുടെ വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ആടുകളുടെ വാതിൽ, ആടുകൾക്ക് കാവൽക്കാരനായി തീരുന്ന കർത്താവ് ആടുകളെ സംരക്ഷിക്കുന്നു. ഒരാട്ടിടയനും രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങുന്നില്ല. രാട്ടിടയൻ കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ ചിന്ത ഇതാണ്, നാളെ എങ്ങോട്ടാണ് ഈ ആടുകളെ കൊണ്ടുപോകേണ്ടത്, എവിടെയാണ് പുൽപ്പരപ്പ് കൂടുതലുള്ളത്, അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെയും, വിശ്വസിക്കേണ്ടത് യേശുവിലാണ്, ശരണപ്പെടേണ്ടത് നമ്മുടെ കർത്താവിലാണ്. വിശ്വസിച്ച് നമ്മൾ ഏറ്റുപറയണം, യേശു എൻ്റെ കർത്താവാണെന്ന്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കും. അവിടെ കാണുന്ന സംഭവം ഇതാണ്, തടവറയിൽ കിടന്നിരുന്ന കാവൽക്കാർ യേശുവിൻ്റെ നാമം വിളിച്ചപ്പോൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ്. അവരൊരു ചോദ്യം ചോദിച്ചു, സഹോദരന്മാരെ, രക്ഷപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ വാതിൽ തുറന്നു കിടന്നിട്ട് അപ്പസ്തോലന്മാർ പുറത്തേക്ക് പോകാത്തത് കൊണ്ട് ഇവർ പ്രതീക്ഷിക്കുന്നതല്ലാത്ത വേറെ ഏതോ രക്ഷയുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നു. രക്ഷപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് ഇടപെടാനായിട്ട് സാധിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 10-ാം അധ്യായം 9 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് നീ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിശ്വാസ പ്രമാണം ചെല്ലുന്നത് നല്ലതാണ്. ചിലരോട് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, ഞാൻ 33 വിശ്വാസ പ്രമാണം ചെല്ലുന്നുണ്ട്, ഞാൻ 101 വിശ്വാസ പ്രമാണം ചെല്ലുന്നുണ്ട്, അതിന്ന കാര്യത്തെ നിയോഗം വെച്ചിട്ടാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസ പ്രമാണം ചെല്ലേണ്ടത് വിശ്വാസം വർദ്ധിക്കാനാണ്, അല്ലാതെ എന്തേലും കാര്യം നടക്കാൻ വേണ്ടി മാത്രം തത്തമ്മേ പൂച്ച പൂച്ച, തത്തമ്മേ പൂച്ച പൂച്ച, തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് കാര്യമില്ല. വിശ്വാസ പ്രമാണം ചെല്ലുന്നത് വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ടാണ്, വിശ്വാസത്തിൽ വളരാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലുന്നത് വഴി നമ്മുടെ വിശ്വാസം നാം ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രക്ഷപ്പെടാനുള്ള വഴി അതാണ് എന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 6:29 നാം വായിക്കും, ഇതാണ് ദൈവഹിത പ്രകാരമുള്ള പ്രവൃത്തി, അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. ദൈവഹിതപ്രകാരമായിട്ടുള്ള പ്രവൃത്തി എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ, അവിടുന്ന് അയച്ച ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുക.
അങ്ങനെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുകയില്ല. ദൈവം തന്നെയാണ് മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നത്. ദൈവം തന്നെയാണ് ആത്മാവായിട്ട് പ്രാവിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നത്. ദൈവം ഏകനാണ്. ദൈവത്തിന് 3 ആളുകളുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് ത്രിത്വത്തെ നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ത്രിത്വത്തെ മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേൽ ഒഴുകി വരണം. കൃപ ഒഴുകി വരാതെ ഒരിക്കലും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് മനസ്സിലാക്കുക പറ്റുകയില്ല. മനസ്സിലാക്കാൻ പറ്റില്ല പ്രിയരെ. കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിക്കാൻ വന്നിട്ട് പറയുകയാണ്, യേശു ദൈവമല്ല, ദൈവത്തിൻ്റെ പുത്രനാണ്. യേശു ദൈവമല്ല, ദൈവത്തിൻ്റെ പുത്രനാണ്. അതുകൊണ്ട് യേശുവിനെ ആരാധിക്കാനും യേശുവിനെ ദൈവമെന്ന് വിളിക്കാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. അദ്ദേഹത്തിന് കിട്ടിയ അറിവ് അതാണ്, യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന്. ദൈവം മനുഷ്യനായി അവതരിച്ചത് നമ്മളെ രക്ഷിക്കാനാണ്. അവൻ പുത്രനാണ്, അവൻ പരിശുദ്ധാത്മാവാണ്, അവൻ പിതാവാണ്. യേശു ഉള്ളിടത്ത് പിതാവും പരിശുദ്ധാത്മാവും ഉണ്ട്. പരിശുദ്ധാത്മാവുള്ളിടത്ത് പിതാവും പുത്രനും ഉണ്ട്. അവർക്കൊരിക്കലും വേറെ നിൽക്കാൻ പറ്റുകയില്ല. അവരൊരുമിച്ച് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ യേശുവിൽ വിശ്വസിക്കുക, നമ്മൾ രക്ഷപ്പെടും, നമ്മുടെ കുടുംബം രക്ഷപ്പെടും. അത്ഭുത രോഗശാന്തി ഉണ്ടാവും, വിടുതലുണ്ടാവും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, നിൻ്റെ പരിശുദ്ധകരം ഞങ്ങളുടെ നേരെ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടണം, ഞങ്ങളുടെ തലമുറ രക്ഷപ്പെടണം, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങളെ ഓരോരുത്തരെയും തൊട്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ TV-യിലൂടെ തിരുവചനം കേൾക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.